പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ എത്താതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടിയുടെ നോട്ടീസിലും മുഖ്യമന്ത്രിയുടെ പേര് ഒഴിവാക്കിയിരുന്നു. കെപിസിസി ആസ്ഥാനത്തെ അനുസ്മരണ പരിപാടിയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനും ഇരിപ്പിടമില്ല. വിവരങ്ങളുമായി സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, ഇപ്പോൾ ഈ പുതുപ്പള്ളിയിലെ ഈ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഈ പരിപാടിയുടെ നോട്ടീസിലും ഒഴിവാക്കിയിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് ഇരിപ്പിടമില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മുഖ്യമന്ത്രിയും അലോഷ്യസ് സേവ്യറുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, ഈ ഭിന്നതകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു കാര്യം നടന്നിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇനി സമ്മന്നതരായ നിരവധി നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് വളരെ ദീർഘമായ ഒരു അനുസ്മരണ പ്രസംഗത്തിലേക്ക് എന്ന് വേണം വിലയിരുത്താൻ. കാരണം ഈ KC വേണുഗോപാലിലെ ഈ പരിപാടി ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുപ്പള്ളിയിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയുടെ ഉദ്ഘാടകനായി KC വേണുഗോപാൽ വരുന്നു. എന്നാൽ ആ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണമില്ല. അദ്ദേഹത്തിന്റെ പേര് പോലും പുറത്തിറക്കിയ നോട്ടീസിൽ ഉണ്ടായിരുന്നില്ല. KC വേണുഗോപാൽ ഈ പരിപാടി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ വിവാദം ഉണ്ടാക്കരുത് എന്നും ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതാണെന്നും മരണപ്പെട്ടതിനു ശേഷം എങ്കിലും വെറുതെ വിടണമെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് അദ്ദേഹം ഈ പരിപാടിയിൽ സംസാരിക്കുമ്പോഴും അതുതന്നെയാണ് ആവർത്തിച്ചത്. പക്ഷേ ഇതിന്റെ ഒരു രാഷ്ട്രീയ മാനം എന്ന് പറയപ്പെടുന്നത് ഇന്ന് ഈ KC വേണുഗോപാൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കോട്ടയം ജില്ലയിൽ തന്നെ ഒന്നിലേറെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം 12 മണിയോടുകൂടി പുതുപ്പള്ളിയിലെത്തി മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം 12 മണിക്ക് എത്തുന്നുണ്ട്. അല്പം മുമ്പാണ് അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ജില്ലയിൽ വരുന്ന ദിവസം തന്നെ ഈ പരിപാടി നടക്കുമ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. അത് എന്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇത് വിവാദമാക്കരുത് എന്ന് ചാണ്ടിയുമ്മൻ പറയുമ്പോഴും ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് മറ്റുള്ള ആളുകൾ വിലയിരുത്തുന്നത്. KC വേണുഗോപാൽ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി വരുന്നു. ജില്ലയിലുള്ള മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവന്തിക. അതോടൊപ്പം തന്നെ സനോജ്, ഈ അലോഷ്യസ് സേവ്യറിന് അവിടെ ഇരിപ്പിടമില്ല എന്ന് കൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഈ അലോഷ്യസ് സേവ്യറും ഈ മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യമാണ്. ഇതേ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ KC വേണുഗോപാൽ ഉൾപ്പെടെ KSUവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അലോഷ്യസ് സേവ്യർ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും മുഖ്യമന്ത്രിയെ കാണാൻ അലോഷ്യസ് സേവ്യർ സമയം ചോദിച്ചിട്ട് അദ്ദേഹത്തിന് സമയം അനുവദിക്കാതിരുന്നതും വലിയ ചർച്ചയായതിന്റെ പിന്നാലെയാണ് ഇത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അലോഷ്യസ് സേവ്യർ KC വേണുഗോപാലുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെയാണെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി അലോഷ്യസ് സേവ്യർ കാത്തു നിന്നിട്ടും അദ്ദേഹത്തെ കണ്ട ഭാവം പോലും നടിക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്ന രംഗവും നമ്മൾ കണ്ടതാണ്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമായ ഒരു എതിരഭിപ്രായം വി ഡി സതീശനെതിരെ ഉയരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നൽകുന്ന സൂചന. എന്തായാലും ഉമ്മൻചാണ്ടി അനുസ്മരണവും അത്തരമൊരു സൂചന തന്നെയാണ് നൽകുന്നത്. കാരണം KC വേണുഗോപാൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ അനുസ്മരണ യോഗമാണ് ഇന്നത്തേത്. സ്വാഭാവികമായും ഉദ്ഘാടകനായോ അല്ലെങ്കിൽ മുഖ്യപ്രഭാഷകനൊക്കെയായോ അദ്ദേഹം പങ്കെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പരിപാടി കൂടിയാണ്. മാത്രമല്ല ജില്ലയിൽ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒന്നിലേറെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം 12 മണിയോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കബറിടത്തിലെത്തി പുഷ്പാർച്ചനയും നടത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ അനുസ്മരണ പരിപാടി ഇന്ന് നടക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരല്പം നേരത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് രാഷ്ട്രീയ വിവാദമാക്കരുത് എന്ന് ചാണ്ടി ഉമ്മൻ ആവർത്തിച്ചു പറയുമ്പോഴും ഇതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. അവന്തിക. സനോജ്, ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട്. അതായത് ഇപ്പോൾ ഈ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ പ്രസംഗത്തിനിടയിൽ അരികിൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് VM സുധീരൻ. അദ്ദേഹം അവിടെ വ്യക്തമാക്കിയത് ആരുടെ മുന്നിലും ആർജവത്തോടെ അഭിപ്രായം പറയണമെന്നാണ്. ഈ താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ധൈര്യമായി മുന്നോട്ട് പോകണമെന്നാണ് VM സുധീരൻ ഇപ്പോൾ അലോഷ്യസ് സേവ്യറിനെ അരികിൽ ചേർത്ത് നിർത്തി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയും ഈ KSU അല്ലെങ്കിൽ അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരായിട്ട് തന്നെ വലിയ രീതിയിലുള്ള
വിമർശനങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ KSUവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു. ഇപ്പോൾ VM സുധീരൻ പരസ്യമായി തന്നെ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ധൈര്യമായി മുന്നോട്ട് പൊയ്ക്കൊള്ളൂ, അഭിപ്രായം എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും VM സുധീരൻ ഈ സർക്കാർ അധികാരത്തിൽ വരാൻ, പ്രത്യേകിച്ച് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു VM സുധീരൻ. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കാരിനോടുള്ള എതിർപ്പ് അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വലിയ സോഷ്യൽ മീഡിയ പ്രചരണമാണ് ഒരു ഭാഗത്ത് കോൺഗ്രസ് VD സതീശൻ അനുകൂലികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അലോഷ്യസ് സേവ്യറിനെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നതിന് മുന്നിൽ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. എതിരഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ KSUവിനെ പോലും മുഖ്യമന്ത്രി തള്ളിപ്പറയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് KSUവിന്റെ അഭിപ്രായം കേട്ടല്ല കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തുറന്നു പറയുകയും ചെയ്തു. അതിനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമായ എതിരഭിപ്രായം ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സമരരംഗത്തുണ്ടായിരുന്ന KSUവിനെ അധികാരം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി മറന്നു കളയുകയാണ് എന്ന തരത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്താവ് കൂടിയായിട്ടുള്ള ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ അനുസ്മരണ പരിപാടിയിൽ ഇപ്പോൾ VM സുധീരൻ അലോഷ്യസ് സേവ്യറിനെ ചേർത്ത് പിടിക്കുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്ന സ്വഭാവക്കാരനാണ് VM സുധീരൻ. എന്തായാലും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KSU ഈ സർക്കാരിനെതിരെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. KSU നേതാക്കന്മാരെ മുഖ്യമന്ത്രി കാണാൻ പോലും കൂട്ടാക്കാത്ത സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ അലോഷ്യസ് സേവ്യറിനെ VM സുധീരൻ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ രാഷ്ട്രീയം. എന്തായാലും കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ കലാപക്കൊടി ഉയരുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അവന്തിക.